കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഗോവിന്ദ് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് റെഡിയാവുമായിരുന്നു. ഗീതുവിനെ കാണാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഗീതുവിനെ പോയി കാണണം, ഒരു രക്ഷയില്ല. അങ്ങനെയൊക്കെ ഓർത്തിട്ട് ഗോവിന്ദ് റൂമിന് വെളിയിലേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയത്താണ് രാധികാമ്മ വരുന്ന അവിടെ നിൽക്കുന്നുണ്ട്. രാധിക വന്നിട്ട് ചോദിച്ചു, എങ്ങോട്ടാ കണ്ണാ, നിനക്ക് എന്ത് പറ്റി, നീ എങ്ങോട്ടാ റെഡിയായി പോണേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഗോവിന്ദ് തോന്നി, എന്തോ മനസ്സിനൊരു സുഖമില്ലമ്മ, വല്ലാത്തൊരു അസ്വസ്ഥത. കുറച്ച് സമയം ഒന്ന് പുറത്തു പോകാന്നൊക്കെ ഓർത്തു, അതാ ഞാൻ പോന്നെന്ന് പറയണം. ഓ അതാണ് കാര്യം. അന്നാ ഗോവിന്ദേണ്ട എന്നെ വിഷമിക്കുന്നത്, ഞാൻ വരാലോ, നമുക്ക് ഡ്രൈവ് പോവാന്ന് വരണം പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ഗോവിന്ദ് പറഞ്ഞു, വേണ്ട വേണ്ട, ഞാൻ മഹേഷിനെ വിളിച്ചിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാധികാമ്മ പറഞ്ഞു, മനസ്സിലായി മനസ്സിലായി, അപ്പൊ അതാണല്ലേ പരിപാടി, വെള്ളം അടിക്കാനുള്ള പോക്കല്ലേ നിന്റെ. എന്റെ കണ്ണ, ഉപദേശിക്കുവാന്ന് തോന്നരുത്. ഇങ്ങനെ പോയിട്ടുണ്ടെ എന്ത് ചെയ്യും? അവളെ പോലെ ഒരു സാധനം കാരണം, ഗീത കാരണമല്ലേ ഇപ്പൊ നിനക്ക് ഈ അവസ്ഥയ്ക്ക് കാരണം. അവള് കാരണം നിന്റെ ഉള്ള സ്വസ്ഥതയെല്ലാം പോയില്ലേ. നീ വെറുതെ എന്തിനാ അവളെ ഇങ്ങനെ തല ചുമന്നുകൊണ്ട് നടക്കണേ? എത്രയും പെട്ടെന്ന് അവൾക്ക് ഡിവോഴ്സ് കൊടുത്ത് അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ പറയാണ്. പെട്ടെന്ന് ഗോവെന്ന് പറഞ്ഞു, അമ്മേ അതൊന്നുമല്ല, എനിക്ക് ഇച്ചിരി സമാധാനത്തോടെ ഒന്നും തനിച്ചിരിക്കണം, അതിനുവേണ്ടി ഞാൻ പോകുന്നേ. മനസ്സിലായി. അതെ, ഒരു കാര്യം ചെയ്യാം, ഷിബുവിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പൊക്കോളാൻ പറയാണ്. അതെന്തിനാ? അല്ല, ഇനി മദ്യപിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് വല്ല ആക്സിഡന്റ് എന്തായാലും ഉണ്ടായിട്ടുണ്ടെങ്കിലോ? ഷിബു ആണെങ്കിൽ കുഴപ്പമില്ല, മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ, ബുദ്ധിമുട്ടാണല്ലോ കണ്ണ, അതുകൊണ്ടാ. നിനക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ പറഞ്ഞു, അമ്മ അതോർത്തൊന്നും വിഷമിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ല, അറിയാലോ മഹേഷ് ഉണ്ടല്ലോ കൂടെ. ഇനിയിപ്പോ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, ഞാൻ ഷിബുവിനെ വിളിച്ചോളാം, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോ തന്നെ വരുൺ പറഞ്ഞു, ഗോവിന്ദൻ നല്ല മദ്യലഹരിയിലാണ് വരുന്നെങ്കിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഡിവോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണം, അപ്പോഴാണ് ഏറ്റവും പറ്റിയ സമയം. ഗോവിന്ദന്റെ മനസ്സിലേക്ക് കയറി കൂടാൻ പറ്റിയ സമയം ആ സമയം എന്ന് പറയാൻ. രാധിക പറഞ്ഞു, വരട്ടെ, നമുക്ക് നോക്കാന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന ഭദ്രൻ എങ്കിലും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പ്രിയ വീണ്ടും കൊണ്ടുപോയി മുട്ട ഓംലേറ്റ് കൊണ്ട് കൊടുത്തിരിക്കുക. ഭദ്രൻ അതും കഴിച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കുലുക്കവും കാണുന്നില്ല. ഈ സമയം വിലാസിനെ വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ, എന്താ പ്രശ്നം? ഒരു കുഴപ്പവും കാണുന്നില്ലല്ലോ ഇങ്ങോർക്കെന്ന് പറയാണ്. അമ്മേ കൊടുത്തൊന്നും ഏറ്റില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി മുട്ടയ്ക്കകത്തോടെ ഇച്ചിരി സോപ്പൊടി അങ്ങോട്ട് കലക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ. കൊള്ളാം, നിന്റെ ബുദ്ധി ആ സമ്മതിച്ചു തന്നിരിക്കുന്നു. പക്ഷെ അങ്ങേർക്ക് ഒരു കുലുക്കം ഇല്ലല്ലോ. എന്ത് സാധനമാണെങ്കിലും അങ്ങേർക്ക് ഇച്ചിരി ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല, നന്നായിട്ട് കൊടുക്കണം. ഞാൻ അപ്പോഴേ പറഞ്ഞ ഒരു സ്പൂണും കൂടെ അങ്ങോട്ട് സോപ്പൊടി കലക്കാൻ ആ നാരങ്ങ വെള്ളത്തിനകത്ത്. അതെങ്ങനെയാ നീ സമ്മതിച്ചില്ലോ എന്ന് പറയണ. അത് കുഴപ്പമില്ലമ്മേ, ഇത് മതിയെന്ന് പറയണം. പിന്നമ്മേ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, അധികം വൈകാതെ തന്നെ നമ്മുടെ പദ്ധതി വിജയിക്കുമെന്ന് പറയണേ. ഈ സമയത്ത് വയറയിലൊക്കെ തടവുന്നുണ്ട് ഭദ്രന്. അത് കണ്ടതേ പെട്ടെന്ന് വിലാസിനോട് പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യേ, ഞാൻ പറഞ്ഞ പോലെ ചെയ്തോളാൻ പറഞ്ഞു. പെട്ടെന്ന് വിലാസിനെ എന്ത് ചെയ്യുവാണ്, കുളിക്കാൻ ആളുടെ ടവലൊക്കെ എടുത്തോണം അങ്ങോട്ട് വരുവാണ്. എന്നിട്ട് ഭദ്രനോട് പറഞ്ഞു, എന്താണെന്ന് അറിയത്തില്ല, വല്ലാത്ത ക്ഷീണം, കുളിച്ചിട്ട് നേരത്തെ എവിടെയെങ്കിലും കയറി കിടക്കണം, ഞാൻ പോയി കുളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാണ്. ഈ സമയത്ത് ഭദ്രൻ പറഞ്ഞു, നീ കുളിച്ചിട്ട് എന്ത് ചെയ്യാനാ, കാക്ക കുളിച്ചാൽ കൊക്കാവൂലല്ലോ, വെറുതെ കുളിക്കാന്ന് മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയണേ. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വിലാസിനെ അങ്ങോട്ട് ബാത്റൂമിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. പ്രിയ എന്ത് ചെയ്യാണ്, പ്രിയ താഴേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഭദ്രന് വേറൊരു രക്ഷയില്ല, വല്ലാത്തൊരവസ്ഥ, ഒരു ഗുളു ഗുളു എന്നൊരു തോന്നലൊക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് ബാത്റൂമിനെ അങ്ങോട്ട് ഇരുന്നിട്ട്, വിലാസിനി നീ കുളിക്കാൻ തുടങ്ങിയെന്ന് വെച്ച്. ആ കുളിക്കാൻ തുടങ്ങി, എനിക്ക് ഇച്ചിരി അത്യാവശ്യം ഉണ്ടായിരുന്നേ. എന്താ അത്യാവശ്യം? എടി ബാത്റൂമിൽ എല്ലാവരും എന്തിനാ കയറുന്നേ, ഞാൻ ആ സൈഡിലെങ്ങാനും ഇരുന്നോളാം എന്ന് പറയാണ്. അതെ, അതൊന്നും പറ്റില്ല, ഞാൻ കുളിച്ചോണ്ടിരിക്കുക, നിങ്ങളൊന്ന് പോ ഭദ്രേട്ടാന്ന് പറയണ. വിലാസിനെ തുറക്കാനും പറഞ്ഞാൽ കുറച്ച് സമയം അവിടെ നിന്നു, ഒരു രക്ഷയില്ല. അപ്പൊ ഇനി നേരെ താഴേക്ക് തന്നെ, നേരെ താഴേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്ന് കഴിയുമ്പത്തേനും ബാത്റൂം ക്ലോസ് ആണ്. ഇതെന്ത് പറ്റി? അല്ല ഇതിനകത്ത് ആരാ, അകത്താരാന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അല്ല പുറത്താരാ, പുറത്ത് ഭദ്രന, അന്ന് അകത്ത് പ്രിയാന്ന് പറയണ. അല്ല മോളെ, നീ അതിനകത്ത് എന്റെ എടുക്കുക? അയ്യോ അച്ഛാ, ഞാൻ കുളിക്കാൻ തുടങ്ങുവാന്ന് പറയണ. ഇതേ കുളിച്ചു തുടങ്ങിയെന്ന് പറയാം. ഓഹോ, എന്റെ പൊന്നുമോളെ, നീ ഇപ്പോഴെങ്ങാനും ഇറങ്ങോ? എന്റെ അച്ഛൻ ഞാൻ കേറിയിട്ടല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെ ഞാനിപ്പോ ഇറങ്ങണേ? പക്ഷെ എന്റെ ദൈവമേ, ഇതിന് മാത്രം കുളി ഇത് എവിടെ ഇരിക്കുന്നു? മോളിൽ കുളി, താഴെ കുളി, ഈ സന്ധ്യ നേരത്ത് ഇതുങ്ങളെല്ലാം കൂടെ കുളിച്ചിട്ട് ഇത് എങ്ങോട്ട് പോകാനുള്ള പുറപ്പാടാ എന്ന് ഭദ്രൻ മനസ്സിൽ കരുതുവാണ്. പിന്നീട് കാണിക്കുന്ന നേരെ വിനോദിന്റെ ഒക്കെ പ്രിയയുടെ റൂമിലേക്ക് ചെല്ലുവാണ്. അപ്പൊ വിനോദ് കണ്ടപ്പോ അച്ഛൻ എന്ത് പറ്റി, വയറൊക്കെ തിരുമ്മിക്കൊണ്ട് വരുന്ന, അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കും. മൊത്തത്തിൽ പ്രശ്നമാ മോനെ. ഓടിച്ചെന്നാ മുറിയിലെ ബാത്റൂമിലേക്ക് അങ്ങോട്ട് കയറാൻ നോക്കുകയാണ്. ബാത്റൂം ക്ലോസാ. ഇതെന്ത് പറ്റി, ഇതിനകത്ത് ആരാന്ന് ചോദിക്കുകയാണ്. അതിനകത്ത് ആരും ഇല്ല അച്ഛാ, അത് അടച്ചിട്ടേക്കുന്ന. അതിനാ അടച്ചിട്ടേക്കുന്നേ?
എന്തോ ലീക്കോ മറ്റോ ആന്ന് പറഞ്ഞിട്ട് പ്രിയ വന്ന് പൂട്ടിയത്. എടാ മോനെ, അതൊന്നും കുഴപ്പമില്ല, ലീക്കൊന്നും പ്രശ്നമല്ല. അല്ല ഇപ്പൊ മൊത്തത്തിൽ ലീക്കാവും. നീ ഒരു കാര്യം ചെയ്യുക, നീ ഇത് തുറക്കാൻ പറയണം. എന്റെ പൊന്നെ, എനിക്ക് പറ്റില്ല, ഇനി അത് മതി പ്രിയ വഴക്കുണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് അത് തുറക്കാൻ പറ്റില്ലെന്ന് പറയണേ. എടാ നിന്റെ അച്ഛനല്ലോടെ പറയുന്നേ, അത്ര അത്യാവശ്യ ഘട്ടമായി പോയതുകൊണ്ടാ, ഒന്ന് തുറക്കടാ. അച്ഛൻ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു പറയണം. ഇനി എവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് ഭദ്രം മനസ്സിലായി. ഭദ്രം പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. അവിടെയൊക്കെ നോക്കി, ഒരു രക്ഷയില്ല, മൊത്തം വെട്ടവും വിളിച്ചോ. ഇനി ഇപ്പൊ പുറത്ത് പോയിട്ട് കാര്യമുള്ളൂ. അങ്ങനെ ഒരുത്തരം ഗേറ്റ് തുറന്ന് പുറത്തേക്ക് പോവാണ്. അങ്ങനെ പുറത്ത് പോയി കഴിയുമ്പോൾ ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും പുറത്തുനിന്ന് വലിയ ഒച്ചപ്പാടും വേണം കേൾക്കാം. നാണമില്ലടാ, നിന്നെ പോലുള്ളവന്മാരാ ഈ റോഡല്ല ഇങ്ങനെ ചീത്തയാക്കുന്നത്. അവൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഭദ്രന്റെ നല്ല വിരുദ്ധം കിട്ടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഭദ്രനെയും കൂട്ടിയിട്ട് മുറിയിലേക്ക് വരുമായിരുന്നു വിനോദും പ്രിയ കൂടെ. അപ്പൊ വിനോദ് പറയുന്നുണ്ട്, പ്രിയ നീ പിടിക്കണ്ട, ഞാൻ തന്നെ അച്ഛനെ പിടിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഇരുത്തിക്കൊണ്ട് ഭദ്രനെ കൊണ്ട് കട്ടിലേൽ ഇരുത്തുവാണ്. ഈ സമയത്താണ് വിലാസിനെ ഇറങ്ങി വരുന്നത്. വിലാസിനെ വെച്ചു, എന്ത് പറ്റി ഭദ്രേട്ടാ, എന്താ ഒരു വല്ലായികയെന്ന് വെക്കണേ. ഇനി എന്ത് പറ്റാനാ, ഇത് കൂടുതലൊന്നും പറ്റാനില്ലെന്ന് പറയണേ. നിന്നോട് അപ്പോഴേ ഞാൻ ബാത്റൂം തുറക്കാൻ പറഞ്ഞല്ലേ. അതെങ്ങനെയാ ഭദ്രേട്ടാ, ഞാൻ കുളിച്ചോണ്ടിരിക്കുവല്ലായിരുന്നോ. ഓ നിന്റെ ഒടുക്കത്തെ ഒരു കുളി, എത്ര മണിക്കൂറാടി ഇനി കുളിക്കണേന്ന് ചോദിക്കുകയാണ്. പിന്നല്ലാതെ തേച്ച് കുളിക്കണ്ടേ, ഓടിപ്പോയിട്ട് ഓടി ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അല്ല ഭദ്രന് എന്തോ സംഭവിച്ചില്ല, എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, റോഡിൽ ഒന്ന് കാറ്റ് കൊള്ളായിരുന്നു കഴിഞ്ഞപ്പോഴത്തേനൊരു വണ്ടി വന്ന് തട്ടിയിട്ട് പോയതാണെന്ന് പറയാണ്. പെട്ടെന്ന് വിനോദി ഞങ്ങൾ അച്ഛന്റെ കാർ ചേട്ടുകൊണ്ട് പുറത്തു പോയി ഇറങ്ങി നോക്കി കഴിയുമ്പോഴത്തേനും അച്ഛൻ അവിടെ വീണ് കിടക്കുന്ന കണ്ടതെന്ന് പറയാണ്. ഭദ്രൻ പറഞ്ഞു, അതോടുകൂടി എൻ്റെ എല്ലാം സ്റ്റക്കായി പോയില്ലേ, ആ ഒരു ഇടിയോട് കൂടി എന്ന് പറയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, വഴി പോയി ഒരു കാരണവശാലും നമ്മൾ കാറ്റ് കൊള്ളാനിരിക്കില്ല. അങ്ങനെ കാറ്റ് കൊണ്ടായിരുന്നിട്ടുണ്ടെങ്കിലേ ചിലപ്പോൾ വണ്ടിക്കാർ വന്ന് പെരുമാറിട്ട് പോകുന്നത്. ഇത് കേട്ട വിലാസിനെ വെച്ചു, വണ്ടിക്കാർ വന്ന് പെരുമാറാനോ, അതാരാ ഭദ്രേട്ടാ? അല്ല വണ്ടി വന്ന് ഇടിച്ചിട്ട് പോകുന്ന ഞാൻ പറഞ്ഞാന്ന് പറയണോ. ഓ എൻ്റെ പൊന്നെ, വില്ലൻ ഒരു കോമാളിയായി പോയത് ഓർത്തിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല എന്ന് പറയണം. ഭദ്രന് നല്ല പണി തന്നെയാ പ്രിയം വിലാസിനും ചേർന്ന് കൊടുത്തത്. കാരണം ഏക്കാനും പറ്റാതെ ഇരിക്കാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. പിന്നീട് കാണിക്കുന്ന ഗോവിന്ദൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. ഗോവിന്ദനെ കണ്ട ഉടനെ രഞ്ജു ഇതെന്ത് പറ്റി ഗോവിന്ദേട്ടാ, എന്ത് പറ്റി, രാത്രി വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല, പിന്നെന്താ രാത്രി വന്നേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഗീത ചോദിച്ചു, അല്ല അത് ശരിയാണല്ലോ, ഇതെന്താ രാത്രി അവിടെ കിടന്ന് ഉറങ്ങാൻ മേലായിരുന്നു ചോദിക്കണം. അല്ല അത് പിന്നെ എവിടെ കിടന്നിട്ട് സമാധാനം കിട്ടിയില്ല. രഞ്ജു പറഞ്ഞു, മനസ്സിലായി, ഭാര്യനെ കാണാതിരിക്കാൻ പറ്റില്ലേ, അതുകൊണ്ടല്ലേ രാത്രിക്ക് രാത്രി ഇങ്ങോട്ട് വന്നല്ലേ എന്ന് ചോദിക്കാണ്. അങ്ങനൊന്നുമില്ല, പിന്നെന്താ കുഴപ്പം, അത് പിന്നെ രാത്രി നിങ്ങളുടെ ഇടം തന്നെയല്ലേ ഉള്ളൂ. ഗീത പറഞ്ഞു, തന്നെയോ, അതിനിപ്പോ എനിക്ക് രഞ്ജു കൂട്ടുണ്ട്, രഞ്ജുവിന് ഞാനും കൂട്ടുണ്ട്, പിന്നെ എങ്ങനെ ഞങ്ങൾ തന്നെയാവണമെന്ന് ചോദിക്കുകയാണ്. അതല്ല, പിന്നെന്താ, നിങ്ങൾക്ക് വല്ല ആവശ്യമൊക്കെ വന്നാലോ, നിങ്ങൾ രണ്ടുപേരും തന്നെയല്ലേ ഉള്ളൂ. അല്ല ഇവിടെ വന്ന് കിടക്കാന്, അത് കുഴപ്പമില്ല, ഞാൻ ഈ നിലത്ത് കിടന്നോളാം. അല്ലേ വേണ്ട, ഞാൻ ആ വിസിറ്റർ റൂമിന്റെ അവിടെ കിടന്നോളാം എന്ന് പറയണേ. ഈ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രഞ്ജുവിനും ഗീതനും ശരിക്കും ചിരി പൊട്ടി. പെട്ടെന്ന് ഗീത ചോദിച്ചല്ല, കോന്നണ്ട് എന്തെങ്കിലും കഴിച്ചായിരുന്നു ചോദിക്കണേ. അല്ല അത് പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലേ, എനിക്കറിയാം ഒന്നും കഴിച്ച് കാണത്തില്ലെന്ന്, ഞാനും കൂടെ പോന്നായിരുന്നല്ലോ. വെറുതെ അല്ല. അതെ ഒരു കാര്യം ചെയ്യാം, എന്തേലും കഴിച്ചാലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ രഞ്ജു പറഞ്ഞു, താഴെ ക്യാൻറ്റീനൊക്കെ ക്ലോസ് ചെയ്ത് കാണുമല്ലോ, അപ്പൊ ഇനി എന്ത് ചെയ്യും? കുഴപ്പമില്ല, നല്ല തട്ടുകട കാണും, ഒരു കാര്യം ചെയ്യേ, രണ്ടുപേരും കൂടെ പോയിട്ട് വരാൻ പറയാണ്. പെട്ടെന്ന് ഗീത പറഞ്ഞു, അല്ല ഞാൻ എന്തിനാ പോണേ, ഞാൻ കഴിച്ചല്ലേ എന്ന് ചോദിക്കണം. അല്ല അത് കുഴപ്പമില്ല, എന്നാലും ഒരു കമ്പനിക്ക് എല്ലാം പറയണം. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, ഒരു 10-15 മിനിറ്റ്, അതിനുള്ളിൽ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരാന്നുണ്ടാവും. 15 മിനിറ്റ് ഒന്നും കുഴപ്പമില്ല, എത്ര സമയമാണല്ലോ, സമയം എടുത്ത് കഴിച്ചിട്ട് പതുക്കെ രണ്ടാളും കൂടെ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാണ്. എന്നും പറഞ്ഞ് രഞ്ജു ഒന്ന് ചിരിച്ചിട്ട് രഞ്ജു അങ്ങോട്ട് കിടക്കുവാണ്. പിന്നീട് കാണിക്കുന്ന തട്ടുകടയിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദ്. അപ്പൊ ഗീതു എല്ലാം നോക്കി കണ്ടു ഇരിക്കുക. അല്ല ഗോവിന്ദേട്ടാ, ഞാനൊരു സംശയം ചോദിച്ചേട്ടെ, എന്നാൽ ഈ പാതിരാത്രിക്ക് എന്തിനാ ഗോവിന്ദൻ ഇങ്ങോട്ട് വന്നേ? അപ്പൊ ഗീതുവിന്റെ മനസ്സിൽ പറഞ്ഞു, ദൈവമേ തന്നെ കാണാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വന്നായിരിക്കണേന്ന് പറയണേ. അങ്ങനെ ഒരു ചിന്തയായിരുന്നു ഗീതുവിന്റെ ഉള്ളിലുണ്ടായിരുന്നേ. പക്ഷെ ഗോവിന്ദ് പറഞ്ഞു, ആ കിഷോർ ഉണ്ടല്ലോ, അവൻ രാത്രിയിൽ എങ്ങാനും ഇങ്ങോട്ട് വന്ന് വല്ല ശല്യം ചെയ്താലെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത്, അവനെ പേടിച്ചാന്ന് പറയണേ. ഇത് കേട്ടിഞ്ഞപ്പോ ഗീത പറയും, ഓ അതാണ് ആ കാര്യം, ഞാനത് അപ്പോഴേ പറഞ്ഞ കാര്യമില്ലായിരുന്നു, അവൻ വരത്തില്ല, അവൻ ഇനി തല പൊക്കില്ലാന്ന്, അവനിട്ടുള്ള പണി അജാസിക്ക കൊടുത്തല്ലേ, അത് വിളിച്ചു പറഞ്ഞ കാര്യമല്ലേ എന്ന് ചോദിക്കും. ഓ അത് ഞാനങ്ങോട്ട് മറന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയണം. മനസ്സിലായി. പിന്നീട് ഗീത നോക്കിയിരിക്കുക, ഗോവിന്ദ് എന്തെങ്കിലും ഒന്ന് പറയുമെന്ന് ഓർത്തിട്ട്. പക്ഷെ ഗോവിന്ദ് ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് ഗീത പറഞ്ഞു, ഇങ്ങേരും മിക്കവാറും ഇനി പറയാൻ പോകുന്ന കോൺട്രാക്ട് മാരേജിന്റെ കാര്യമായിരിക്കും, ഇനിയിപ്പോൾ അതുവരെ തന്നെ നോക്കണമല്ലോ, അതുകൊണ്ടായിരിക്കും, അല്ല തന്നോടുള്ള ഇഷ്ടമൊന്നും കൊണ്ടായിരിക്കുന്ന ഇയാൾ ഒരിക്കലും പറയും തനിക്ക് തോന്നുന്നില്ല. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക ഗോവിന്ദൻ. ഇത് കണ്ടപ്പോൾ ഗീതുവിന് നല്ല ദേഷ്യം വന്നു. പിന്നീട് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം രണ്ടുപേരും കൂടെ ഇറങ്ങുവാണ്.
ഇറങ്ങി കഴിയുമ്പോൾ ഗീത ഗോവിന്ദന്റെ കയ്യിലൊക്കെ പിടിച്ചാൽ നടക്കുന്നത്. അങ്ങനെ നടന്നു കഴിയുമ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ പണ്ട് നമ്മളിങ്ങനെ രാത്രിയിൽ ഒരു നടപ്പുന്നാന്ന് ഓർക്കുന്നുണ്ടെന്ന് ചോദിക്കുക. ഓർക്കുന്നുണ്ടോന്നോ? അതൊക്കെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് പറയണേ. ഇപ്പൊ നമ്മുടെ മൂഡൊന്ന് നല്ല റൊമാൻറ്റിക് ആണെങ്കിൽ ആകാശത്ത് കുറെ നക്ഷത്രങ്ങളും വേണം, അതോടൊപ്പം തന്നെ കുറെ പൂക്കളും, അങ്ങനെയാണ് നല്ല സെറ്റ് ആയിരുന്നല്ലേ ഗോവിന്ദേട്ടാന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞു, പിന്നെ അതിനെയും കൂടി ഒരു കുറവുള്ളെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു, പിന്നെ അതിനിപ്പോ എന്താ, ഞാൻ പറഞ്ഞ റൊമാൻറ്റിക് മൂഡിലല്ലേ, അതെന്താ കുഴപ്പം നിൽക്കണേ? ഒരു കുഴപ്പമില്ലെന്ന് പറയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോണ സമയത്ത് പെട്ടെന്ന് രാധികാമ്മയുടെ കോള് വരുന്നേ. രാധികാമ്മയുടെ കോള് കണ്ടപ്പോഴത്തേനും ഗോവിന്ദ് എന്ത് ചെയ്യാണ്, അതെടുത്തിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് വിടുവാണ്. അല്ല എന്താ ഗോവിന്ദേട്ടാ കോൾ എടുക്കാത്തെ? വേണ്ട വേണ്ട, ഇപ്പൊ നമ്മുടെ സ്വർഗത്തിലെ കട്ടൂറും പാവൻ ആരും വിളിക്കണ്ടെന്നുള്ളു. അപ്പൊ സ്വർഗത്തിലെ കട്ടൂറും പാവൻ വിളിച്ചാന്ന് മനസ്സിലായി. അതെ, രാധികാമ്മ വിളിച്ചിട്ട് ഞാൻ കോൾ എടുത്തില്ല, ഇനി ഞാൻ കോൾ എടുക്കാനും പോകുന്നില്ല. രാധികാമ്മ വിചാരിക്കട്ടെ ഞാൻ ഡ്രൈവ് ചെയ്യുവാന്നുള്ള കാര്യം. ഇനി മദ്യപിച്ച് ഡ്രൈവ് ചെയ്യാന്ന് ഓർത്തിട്ട് ആ സമാധാനം പോയി ഉറങ്ങാതിരിക്കട്ടെ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഗീതുവിന് ദേഷ്യം വന്നു. എന്ത് പറഞ്ഞാലും ഒരു രണ്ടാനമ്മയുടെ കാര്യമുള്ളൂ. ഒരു നല്ല കാര്യം സംസാരിച്ചുകൊണ്ട് വരുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്കിലേക്കാ രാധികാമ്മയുടെ കാര്യമായിട്ട് വന്നിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഗീത ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. അല്ല എന്താ ഗീത, എന്ത് പറ്റി? ഒന്നുമില്ല, ഒരു കുന്തോ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഗീത ദേഷ്യപ്പെട്ടു പോവാ. ഇവൾക്ക് ഇത് എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ? അപ്പൊ ഗോവിന്ദന്റെ മനസ്സിലുള്ള എന്താ പറ, എന്താണെങ്കിലും തുറന്നു പറയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്താണ് ഈ രാധികാമ്മയോട് കോള് വന്നത്. അതോടുകൂടി ഗീതുവിന്റെ സർവ്വം മൂടും പോവാ. ഗോവിന്ദ് പെട്ടെന്ന് പുറകെ ചെന്നിട്ട് കയ്യെ പിടിച്ചിട്ട് ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? നീ അവിടെ നിൽക്ക്, സംസാരിച്ചിട്ട് പോവാ. എനിക്കൊന്നും സംസാരിക്കല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ അപ്പം ഗോവിന്ദേട്ടൻ നടക്കണ്ട, ഗോവിന്ദേട്ടനോടൊപ്പം ഞാനും നടക്കുന്നില്ല, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് മുന്നോട്ട് അങ്ങോട്ട് പോവാണ്. ഇവൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുള്ള നിന്ന നിപ്പിൽ തന്നെ. പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലിൽ അങ്ങോട്ട് ചെന്ന് കയറി വരുന്ന ഗീതു എന്നിട്ട് അവിടുത്തെ ഒരു ബെഞ്ചേലേക്ക് അങ്ങോട്ട് ഇരിക്കുവാണ്. ഗോവിന്ദ് വന്നിട്ട്, എന്ത് പറ്റി നീ എന്നോട് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഓടിയെന്ന് ചോദിക്കണം. പിന്നെ ദേഷ്യപ്പെട്ട് ഓടാതെ ഗോവിന്ദൻ എന്നോട് എന്നാ പറയാമെന്നേ, അതെന്നോട് ആദ്യം പറ, എന്നിട്ടാ ബാക്കി കാര്യമുള്ളെന്ന് പറയാണ്. എന്നോട് പറയാമെന്ന് എന്താന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് പറയണം, അല്ലാതെ കള്ളത്തരം പറയരുതെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് എന്ത് പറയണം എന്നറിയില്ല. ഗീതനോ കണ്ണിലേക്ക് തന്നെ നോക്കിയിരിക്കുക. തനിക്ക് ഇവളോട് ഇഷ്ടമാണോ, അല്ലെങ്കിൽ ഇവളെ അത്രമാത്രം ഇവളോട് പ്രണയമാണെന്നുള്ള കാര്യം തുറന്നു പറയണോ, അതൊക്കെ ഓർത്ത് ഒരു നിമിഷം എന്ത് ചെയ്യണം നടത്തില്ല. അത് ഗോവിന്ദ് നിൽക്കുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.